നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞങ്ങൾ യോഗ ചെയ്യാനായിട്ട് കയറിയപ്പോൾ ഓൺലൈനിലാണല്ലോ യോഗ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. യോഗയുടെ അവസാനം എല്ലാം കഴിയുമ്പോൾ ഒരു നോളജ് പോയിൻ്റ് വായിക്കും, ഗുരുജിയുടെ നോളജ് പോയിൻ്റ്. ഇന്ന് വായിച്ച നോളജ് പോയിന്റിൽ പറയുന്നത് ദുർഗുണങ്ങളെയൊക്കെ മനുഷ്യർ പെട്ടെന്ന് പ്രകടിപ്പിക്കും, സദ്ഗുണങ്ങളെ പ്രകടിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. സാധാരണ മനുഷ്യർ കേട്ടോ, എല്ലാവരും അല്ല, സാധാരണ മനുഷ്യർ ദുർഗുണങ്ങളെ പെട്ടെന്ന് പ്രകടിപ്പിക്കും, സദ്ഗുണങ്ങളെ പ്രകടിപ്പിക്കില്ല എന്ന്. അത് അവസാനം ചെയ്യുള്ളൂ ചിലപ്പോൾ, ചെയ്യുകയാണെങ്കിൽ തന്നെ. അപ്പോൾ അതിൻ്റെ വിശദീകരണം വന്നപ്പോഴും പറയുന്നത്, ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രോധം വരികയാണ്. ക്രോധം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യം ഉടനെ തന്നെ എടുത്തടിച്ച പോലെ പ്രതികരിക്കും നമ്മൾ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദോഷമല്ലേ വരുന്നത്? പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അടിക്കുകയോ ചീത്ത പറയുകയോ എന്തെങ്കിലും അങ്ങനെ ബഹളം വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ അത് ദോഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് പലരും ഇങ്ങനെ പറഞ്ഞു, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും പറഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് തോന്നിയിട്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതായാലോ എന്ന് വിചാരിച്ചു. ഞാൻ ദേഷ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് പറയില്ലേ, കോപം വന്നാൽ ചിലപ്പോൾ പിതാവിനെ പോലും കൊല്ലും എന്നാ പറയുക ദേഷ്യം വരുമ്പോൾ. ആ ദേഷ്യത്തിന് എത്തിച്ചേരം ഒന്ന് അടക്കി പിടിച്ചാൽ ആ ദേഷ്യം അങ്ങനെ പോവുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അത് ശമിക്കും. അതിനൊരു ശ്ലോകമുണ്ട്, സംസ്കൃതത്തിൽ ഒരു സുഭാഷിതമുണ്ട്, യസ്തു കോപം സമുൽപ്പന്നം പ്രജ്ഞയാ പ്രതിബാധതേ തേജസ്വിനം തം വിദ്വാംസം മന്യന്തേ തത്വദർശിനഃ എന്ന്. ഒന്നുകൂടി പറയാം, യസ്തു കോപം സമുൽപ്പന്നം പ്രജ്ഞയാ പ്രതിബാധതേ യസ്തു യാതൊരുവനാണോ സമുൽപ്പന്നം ക്രോധം ഉൽപ്പന്നമായ ക്രോധത്തെ പ്രജ്ഞ കൊണ്ട്, പ്രജ്ഞാച്ച ബുദ്ധി, നല്ല ബുദ്ധിയുണ്ട്, ആ ബുദ്ധി കൊണ്ട് പ്രതിബാധതേ തടയുന്നു. ഉൽപ്പന്നമായ ക്രോധത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട്, പ്രജ്ഞ കൊണ്ട് പ്രതിബാധതേ തടയുന്നത് ആരാണോ തം വിദ്വാംസം, ആ വിദ്വാനെ തേജസ്വിനം മന്യന്തേ, തേജസ്വിയായിട്ട് മന്യന്തേ കണക്കാക്കുന്നു. ആര്? തത്വദർശിനഃ, തത്വദർശികൾ. തത്വദർശികളായിട്ട് എന്താ തത്വദർശി എന്ന് വെച്ചാൽ ആത്മജ്ഞാനത്തെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ. ആത്മജ്ഞാനം അതായത് ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്. തത്വമസി എന്ന് കേട്ടിട്ടില്ലേ? അത് നീയാകുന്നു. അതെന്ന് വെച്ചാൽ അത് നീയാകുന്നു. നീ എന്ന് വെച്ചാൽ ജീവാത്മാവ്, നമ്മളിലുള്ള ജീവാത്മാവ്. തത് അസി, അതാകുന്നു എന്ന് വെച്ചാൽ ആ പരമാത്മാവാകുന്നു എന്നർത്ഥം. അതായത് പരമാത്മാവും ജീവാത്മാവും ഒക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ബോധം, അറിവ്, അതാണ് തത്വബോധം എന്ന് പറയുന്നത്. അത് ആ തത്വദർശികൾ, അതിനെ ദർശിച്ച ആൾക്കാർ, തത്വജ്ഞാനികൾ, ആ തത്വദർശികളാണ് പറയുന്നത് എന്തെന്ന്, യാതൊരുവനാണോ സമുൽപ്പന്നമായ ക്രോധത്തെ പ്രജ്ഞ കൊണ്ട് തടയുന്നത്, അങ്ങനെയുള്ള വിദ്വാനെയാണ് തേജസ്വിയായിട്ട് മന്യന്തേ കണക്കാക്കുന്നത്. അയാൾ തേജസ്വിയാണ് എന്ന് പറയില്ല, നല്ല തേജസ് ഉണ്ടല്ലോ ആ മുഖത്ത് എന്ന് പറയില്ലേ, ആ തേജസ്വി എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയും? ഇതാണ് അർത്ഥം. തേജസ്വി എന്ന് വെച്ചാൽ ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാൾ തേജസ്വി അല്ല. ദേഷ്യം വരുമ്പോൾ നമ്മളതിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ കുറച്ച് നേരം ഒന്ന് തടഞ്ഞാൽ ഇത്തിരി കഴിയുമ്പോൾ അത് ശമിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ശാന്തമായി പിന്നെ നമ്മൾ ദേഷ്യപ്പെടില്ല. ദേഷ്യപ്പെട്ടാൽ എന്താ കുഴപ്പമെന്നറിയാം, കോപം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നൊരു ബോധം ഉണ്ടാവില്ല. ചിലപ്പോൾ പിതാവിനെ പോലും കൊല്ലാൻ മടിക്കില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പറയണത് നമ്മൾ നമ്മുടെ ദേഷ്യത്തിനെ, ക്രോധത്തിനെ എപ്പോഴും തടഞ്ഞു നിർത്തണം എന്ന്. അപ്പോൾ പറഞ്ഞ് മനസ്സിലായല്ലോ. കോപം മാത്രമല്ല, ഏത് ദുർഗുണം വന്നാലും, ചീത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുക, വേണ്ടാണ്ട് സംസാരിക്കണമെന്ന് തോന്നുക, അല്ലെങ്കിൽ ചീത്ത സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് തോന്നുക, അങ്ങനത്തെയൊക്കെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അതിനെ പെട്ടെന്ന് മാറ്റുക. നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നാൻ നിൽക്കുക, അതിനെ നമ്മളിതുപോലെ മാറ്റാൻ പാടില്ല. നല്ലത് ചെയ്യണം, നല്ലതാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യാതെ അത് നീട്ടി വയ്ക്കാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ടോ, അല്ലെങ്കിൽ അവരുടെ ദയനീയത കണ്ടിട്ടോ, അല്ലെങ്കിൽ അവരുടെ മിടുക്ക് കണ്ടിട്ടോ അവർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ കൊടുക്കുക. കൊടുത്തില്ലെങ്കിൽ കുറച്ച് നേരം കഴിയട്ടെ
എന്ന് വിചാരിച്ചാൽ നടക്കില്ല കേട്ടോ. അതാണ് പറയുന്നത്. ദുർഗുണങ്ങളെ പെട്ടെന്ന് പുറത്തേക്ക് വരും, പക്ഷേ അതിന് തടയണം. സദ്ഗുണങ്ങളെ പതുക്കേനെ വരുള്ളൂ, പക്ഷേ സദ്ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് പ്രവർത്തിക്കുക എന്നർത്ഥം എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ദുർഗുണങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുക അല്ലേ. ശ്ലോകം ചൊല്ലട്ടെ ഒന്നുകൂടി. യസ്തു ക്രോധം സമുൽപ്പന്നം പ്രജ്ഞയാ പ്രതിബാധതേ തേജസ്വിനം തം വിദ്വാംസം മന്യന്തേ തത്വദർശിനഃ. അതിൻ്റെ പ്രോസിൽ ഞാൻ അന്വയക്രമത്തിൽ പറയുകയാണെങ്കിൽ യഹത്തോ യാതൊരുവനാണോ സമുൽപ്പന്നം ക്രോധം ഉൽപ്പന്നമായ ക്രോധത്തെ പ്രജ്ഞയ ബുദ്ധി കൊണ്ട് പ്രതിബാധതയെ തടയുന്നത്, തം വിദ്വാംസം ആ വിദ്വാനെയാണ് തത്വദർശിനഃ തത്വദർശികൾ ആത്മജ്ഞാനമുള്ളവർ തേജസ്വിനം മന്യന്തേ തേജസ്വിയായിട്ട് കണക്കാക്കുന്നു എന്ന്. അപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ആരും പ്രതികരിക്കേണ്ട, ഇത്തിരി നേരം ഒന്ന് ശ്രമിക്കുക. ഇങ്ങനെ കണ്ണടച്ച് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഒന്ന് മനസ്സൊന്ന് നിയന്ത്രിക്കുക, കണ്ണടയ്ക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ദേഷ്യമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കും പെട്ടെന്ന് ദേഷ്യമൊന്നും വരാതിരിക്കാനായിട്ട്, പെട്ടെന്ന് ഇന്നത്തെ ദിവസം മാത്രമല്ല എന്നും നമുക്ക് ദേഷ്യമൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ദേഷ്യം വരണ്ട. ദേഷ്യം കൊണ്ട് ഒന്നും നമുക്ക് കീഴടക്കാൻ സാധിക്കില്ല, ഒന്നിനെ നേടാൻ സാധിക്കില്ല ദേഷ്യം കൊണ്ട്. അത് സ്നേഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കേട്ടോ. ഓക്കെ.